ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പൊരി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. പൊരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞങ്ങളുടെ നാട്ടിലൊക്കെ പൂരത്തിൻ്റെ നേർച്ചയുടെ ഒക്കെ സമയത്താണ് ഈ പൊരി കൂടുതലായിട്ടും കിട്ടുന്നത്. അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം ഒന്നല്ല കേട്ടോ. പൊരി കിട്ടുന്ന സമയത്ത് ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പൊരി എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് കേട് വന്ന പോലായിരുന്നു. എനിക്കങ്ങനെ പേഴ്സണലി അത്ര ഇഷ്ടമുള്ളൊരു സാധനമൊന്നുമല്ല പൊരി എന്ന് പറയുന്നത്. ഇപ്പോൾ ആണെങ്കിൽ മോനുണ്ടായതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അവനങ്ങനെ കഴിക്കും. പൊരി വെച്ചിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു തമിഴ് ചാനലിൽ കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കിഡിലനായിരുന്നു. പൊരിയുടെ കൂടെ മുട്ടയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനോ ഈവനിങ് സ്നാക്കായിട്ടോ എപ്പോഴും വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റമാണ്. ഇനി ലഞ്ചിന് വേണമെങ്കിലും ചെയ്യാം, കാരണം ഇതൊരു റൈസ് പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പൊരി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പൊരി എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരാൾക്ക് കഴിക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുതിർത്തെടുക്കാം. ഒരു 30 സെക്കൻഡ് നേരം വെള്ളം ചേർത്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. ഈ പൊരി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊരി നന്നായിട്ട് ക്രിസ്പി ആയിട്ടാണല്ലോ ഉണ്ടാവുക, അപ്പോൾ അതിനൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളകാണ് കേട്ടോ ചേർക്കുന്നത്, പച്ചമുളകിന് പകരമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളകാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെറിയൊരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ തക്കാളിയാണ് കേട്ടോ. തക്കാളി കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്കുള്ള മസാല പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി. ഇത്രയും മസാലപ്പൊടികളാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം 2 മിനിറ്റ് നേരം വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പച്ചക്കുത്തൊക്കെ പോയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. കോഴിമുട്ട ചേർത്തിട്ട് ഈ സവാളയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം അതുപോലെ തന്നെ വെക്കുക കേട്ടോ. നിങ്ങൾക്ക് കോഴിമുട്ട ചേർത്തെന്ന് അറിയാത്ത രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ നല്ലതുപോലെ ആദ്യം തന്നെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകൾ കോഴിമുട്ടയുടെ വേണമെങ്കിൽ കുറച്ച് സമയം ഇളക്കാതെ വെച്ചതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. കോഴിമുട്ട നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മളിവിടെ കുതിർത്തി വെച്ചിട്ടുള്ള ആ പൊരി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്